ഉപഹാരം നൽകുന്നതിലേക്കായി ശ്രീ കെ സുരേന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബോലോ ഭാരത് മാതാ കി ബോലോ ഭാരത് മാതാ കി. ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഹാരാർപ്പണമാണ്. ഹാരാർപ്പണം നടത്തുന്നതിലേക്കായി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി രാജേഷ് അവർകളെയും ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ വെങ്ങാനൂർ സതീഷ്, ശ്രീ അഡ്വക്കേറ്റ് VG ഗിരികുമാർ അവർകളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹാദരവ് ശ്രീ അനന്തപത്മനാഭന്റെ ഛായാചിത്രം ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി രാജേഷ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജി അവർക്ക് സമർപ്പിക്കുന്നു. ഭാരതത്തിന്റെ അഭിമാന സ്തംഭമായിട്ടുള്ള അയോധ്യയിലെ രാംലല്ലയുടെ ചിത്രം ശ്രീ നരേന്ദ്രമോദിജി അവർക്ക് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അവർ സമർപ്പിക്കുന്നു. ബോലോ ഭാരത് മാതാ കി ബോലോ ഭാരത് മാതാ കി ബോലോ ഭാരത് മാതാ കി. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും ചെറിയ നമ്മുടെ മോദിജിയുടെ പൂർണ്ണകായ പ്രതിമ കേവലം 5 മില്ലിമീറ്റർ മാത്രം ഉയരമുള്ള മാർബിളും കളറും കൊണ്ട് നിർമ്മിച്ച ശില്പം, ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു ശില്പം. പൂജപ്പുരയിലെ പ്രശസ്ത നാനോ ശില്പകാരൻ ശ്രീ ഗണേഷ് സുബ്രഹ്മണ്യൻ നിർമ്മിച്ച ശില്പം BJPയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് വി രാജേഷ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അവർക്ക് സമർപ്പിക്കുന്നു. ശില്പകാരൻ ശ്രീ നാനോ ശില്പകാരൻ ശ്രീ ഗണേഷ് സുബ്രഹ്മണ്യൻ സദസ്സിൽ ഒന്ന് എണീറ്റ് നിൽക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ ഒരു ഹർഷാവരത്തോട് അഭിനന്ദിക്കണം. भारत माता की, नरेंद्र मोदी जी की वरणम 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 വീണ്ടും വരണം വീണ്ടും വരണം ഒരിക്കൽ കൂടി പ്രിയമുള്ളവരെ, ലോകാരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പുതുവർഷ പുലരിയിൽ ഈ വർഷത്തിൽ ഇതാ 3ാമത്തെ തവണയും മലയാളികളെ കാണാനായി, കേരളീയരെ കാണാനായി വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്തവണ അനന്തപത്മനാഭസ്വാമിയുടെ തിരുവനന്തപുരിയിലേക്കാണ് ശ്രീ നരേന്ദ്രമോദിജി വന്നെത്തിയിരിക്കുന്നത്. കൈ നിറയെ സമ്മാനങ്ങളുമായി, മലയാളികൾക്കുള്ള സമ്മാനങ്ങളുമായാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിജി ആദരണീയനായ പ്രധാനമന്ത്രി ഓരോ തവണ കേരളത്തിൽ വരുമ്പോഴും കേരളത്തിൽ അത്യുജ്വലമായിട്ടുള്ള ജനകീയമായിട്ടുള്ള മുന്നേറ്റം, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയം അവസാനിക്കുകയാണ് കേരളത്തിൽ. ഇനി കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയമാണ് വളരാൻ പോകുന്നത്, വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് കേരള പദയാത്രയ്ക്ക് കഴിഞ്ഞ 1 മാസമായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ ജനപിന്തുണ തെളിയിക്കുന്നത്. ഇന്നിവിടെ ശ്രീമാൻ PC ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള ജനപക്ഷം ഔപചാരികമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ലയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1 മാസക്കാലമായി കേരളത്തിലെ ഓരോ പാർലമെന്റ് മണ്ഡലങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ LDF-നെയും UDF-നെയും ഉപേക്ഷിച്ച്
ദേശീയതയിലേക്ക് കടന്നു വരികയാണ്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നരേന്ദ്രമോദിജിക്ക് മാത്രമേ ഇനി കേരളത്തെ രക്ഷിക്കാനാവൂ. ഈ അഴിമതിക്കാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന്, ഈ മാസപ്പടിക്കാരുടെ കറുത്ത കൈകളിൽ നിന്ന്, ഈ വർഗീയ ശക്തികളുടെ, ഈ മതഭീകരവാദ കോമരങ്ങളുടെ കറുത്ത കൈകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ മോചിപ്പിക്കാൻ ഇനി നരേന്ദ്രമോദിജിയാണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്, ദേശീയ ജനാധിപത്യ സഖ്യമാണ് എന്ന് മുന്നോട്ട് വരുന്നത്. കേരളം മാറുകയാണ്. മോദിജിയോടൊപ്പം നീങ്ങുകയാണ് കേരളം. ഇരു മുന്നണികളെയും തൂത്തെറിഞ്ഞ് മോദിയുടെ രാഷ്ട്രീയം NDA കേരളത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആറ്റുകാൽ പൊങ്കാലയായിരുന്നു കഴിഞ്ഞ ദിവസം. ആറ്റുകാൽ പൊങ്കാലയെ ആക്ഷേപിച്ചിരിക്കുകയാണ്, അപമാനിച്ചിരിക്കുകയാണ് ഇടതു വലത് മുന്നണികൾ. ഈരാറ്റുപേട്ടയിൽ വൈദികനെ ആക്രമിച്ചിരിക്കുകയാണ്. അവിടെയും ഇടതു വലത് മുന്നണികൾ കേരളത്തെ അപമാനിക്കുകയാണ്. ഈ അപമാന ഭാരത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബോലോ ഭാരത് മാതാ കി വരണം, വീണ്ടും വരണം, ഒരിക്കൽ കൂടി ഭാരത് മാതാ കി. നമ്മളെ ഏവരും കാത്തിരുന്ന ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി അവർകൾ നമ്മുടെ മുന്നിൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. വി ഹാർട്ട്ലി വെൽക്കം ശ്രീ നരേന്ദ്രമോദിജി. പരിഭാഷ നടത്തുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ അവർകളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. Friends, I bow to Sri Ananta Padmanabha Swami. I seek his blessings for the progress of the nation and its 140 crore people. It is always a pleasure to come to Thiruvananthapuram. This city is full of warm and affectionate people. I remember when I was here last year, thousands of people had gathered along the roads to bless me. I get so much love from the people of Kerala. This also motivates me to repay their faith with more hard work. സുഹൃത്തുക്കളെ, അനന്തപത്മനാഭസ്വാമിയെ ഞാൻ ആദ്യമായി നമസ്കരിക്കുകയാണ്. അനന്തപത്മനാഭന്റെ അനുഗ്രഹങ്ങൾ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും ഈ നാട്ടിലെ 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയും ഞാൻ അനന്തപത്മനാഭന്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് വരുന്നത് എല്ലായ്പ്പോഴും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ നഗരം ഏറ്റവും സ്നേഹധനരായിട്ടുള്ള ആളുകളുള്ള നഗരമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം ഞാനിവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ തെരുവീഥികൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് എന്നെ സ്വാഗതം ചെയ്യാൻ, എന്നെ അനുഗ്രഹിക്കാൻ എത്തിയ ആയിരക്കണക്കിന് ആളുകൾ. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് എനിക്ക് എക്കാലവും ഏറെ സ്നേഹം, എനിക്ക് എപ്പോഴും സ്വാഗതം ലഭിച്ചിട്ടുണ്ട്. ആ സ്നേഹം അത് തിരിച്ചു നൽകാൻ വേണ്ടി കൂടുതൽ അധ്വാനിക്കാൻ, കഠിനാധ്വാനം ചെയ്യാൻ, അതിനുള്ള പ്രേരണയാണ് ആ സ്നേഹം എനിക്ക് നൽകുന്നത്. साथियों, केरला के लोगों में इस बार एक अलग ही उत्साह है. 2019 में केरला में बीजेपी को लेकर जो आशा जगी थी
वो 2024 में विश्वास में बदलती नजर आ रही है। 2019 में केरला ने बीजेपी एनडीए को डबल डिजिट में वोट दिया था। 2024 में केरला डबल डिजिट में सीट देने का मन बना रहा है। मैं केरला से इसी आशीर्वाद की अपेक्षा भी करता हूं, क्योंकि केरला भविष्य को जीने वाला, भविष्य को जानने वाला राज्य है। और 2024 में कुछ महीनों बाद क्या होने वाला है, ये भविष्य अब किसी से छुपा नहीं है। 2019 में देश नारा दे रहा था, फिर एक बार मोदी सरकार। 2024 में हर कोई कह रहा है, अब की बार 400 पार। സുഹൃത്തുക്കളെ, കേരളത്തിൽ ഈ തവണ ഒരു പ്രത്യേകമായിട്ടുള്ള ഉത്സാഹം, ആ ഉത്സാഹമാണ് കേരളത്തിലെ ജനങ്ങളിലുള്ളത്. 2019 കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ BJPയെ കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്, ആ പ്രതീക്ഷകൾ ഇന്ന് 2024 എത്തിയപ്പോൾ അത് പ്രതീക്ഷയിൽ നിന്ന് വിശ്വാസമായിട്ട് മാറിയിരിക്കുകയാണ്. 2019 കേരളം BJP NDA സഖ്യത്തിന് ഡബിൾ ഡിജിറ്റ് വോട്ട് നൽകിയെങ്കിൽ ഈ തവണ അത് ഡബിൾ ഡിജിറ്റ് സീറ്റായിട്ട് മാറാൻ പോവുകയാണ്. അങ്ങനെ ഒരു അഭ്യർത്ഥനയാണ്, അങ്ങനെ ഒരു അനുഗ്രഹം നൽകണമെന്നാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്. കാരണം കേരളം എന്ന് പറഞ്ഞാൽ കാലത്തിന് മുന്നേ നടക്കുന്നവരാണ്, കാലത്തിന് മുന്നേ ചിന്തിക്കുന്നവരാണ്. 2024 ഈ രാജ്യത്ത് ഏതാനും മാസങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു രഹസ്യമായിട്ടുള്ള കാര്യമല്ല. 2019 മുദ്രാവാക്യം ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്നായിരുന്നുവെങ്കിൽ 2024 ഈ തവണത്തെ മുദ്രാവാക്യം 400-ലധികം സീറ്റുകൾ എന്നുള്ള മുദ്രാവാക്യമാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. साथियों, 2024 के लोकसभा चुनाव में विपक्ष अपनी हार मान चुका है। अपनी हार तय देखकर वो बौखलाया हुआ है। उसके पास देश के विकास का रोड मैप नहीं है। इसलिए उसने एक ही एजेंडा बनाया है, मोदी को गाली दो। मैं केरला के प्रतिभावान लोगों को जानता हूं। केरला कभी ऐसी नकारात्मक सोच रखने वालों को उनके साथ कभी भी खड़ा नहीं होगा। केरला इस बार राष्ट्र निर्माण के लिए बीजेपी को, एनडीए को आशीर्वाद देगा। यहां बीजेपी जिस तरह पदयात्रा निकाल रही है, जिस तरह सुरेंद्रन जी के साथ लोग सड़कों पर कंधे से कंधा मिलाकर चल रहे हैं, वो अपने आप में बहुत बड़ा संदेश है। केरला का ये मिजाज ही भाजपा के लिए 370 सीटों के लक्ष्य को आसान बनाएगा। मैं आपको ये विश्वास दिलाने आया हूं कि आपकी आकांक्षाओं को,
केरला के सपनों को साकार करने में मोदी कोई कमी नहीं छोड़ेगा और ये मोदी की गारंटी है। സുഹൃത്തുക്കളെ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്നുള്ള കാര്യം പ്രതിപക്ഷം ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ സ്വയം പരാജയപ്പെടുമെന്ന് ഉറപ്പായ പ്രതിപക്ഷത്തിന് സമനില തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പും അവരുടെ മുന്നിലില്ല. അവർക്കൊരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ: നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുക, ആക്ഷേപിക്കുക. കേരളത്തിലെ ജനങ്ങൾ കഴിവുറ്റ ജനങ്ങളാണ്, പ്രതിഭാധനരായിട്ടുള്ള ജനങ്ങളാണ്. കേരളം ഒരിക്കലും ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, അങ്ങനെയുള്ള ചിന്താഗതികളോടൊപ്പം നിൽക്കുന്നവരല്ല. കേരളം ഈ തവണ ഈ നാടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കും പിന്തുണ നൽകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ BJPയുടെ പദയാത്ര, ആ പദയാത്ര നടന്നു കഴിഞ്ഞിരിക്കുകയാണ്, ഇന്ന് അവസാനിക്കുകയാണ്. ഈ പദയാത്രയിൽ കേരളത്തിൽ ഉടനീളം പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ആ പദയാത്രയിൽ പങ്കാളികളായത് എന്ന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ആ സന്ദേശം, കേരളത്തിൻ്റെ ഈ മനോഭാവം, 370 സീറ്റ് എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം എളുപ്പമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരിക്കൽ കൂടി ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രതീക്ഷകൾ സഫലീകരിക്കാൻ, കേരളത്തിൻ്റെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ, അതിനു വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്താൻ നരേന്ദ്രമോദി പ്രതിജ്ഞാബദ്ധനാണ്. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. साथियों, बीजेपी ने कभी केरला को या देश के और किसी राज्य को वोट के चश्मे से नहीं देखा है। जब बीजेपी यहां कमजोर थी, तब भी हमने केरला को मजबूत बनाने के लिए काम किया। इन 10 वर्षों में देश का जो विकास हुआ, जो बड़े फैसले लिए गए, उनका उतना ही लाभ केरला को भी मिला जितना बीजेपी शासित प्रदेशों को। केरला की जागरूक जनता ये सब जानती है और यहां के लोग तो पूरी दुनिया में है। आज विश्व में भारत का बढ़ता हुआ कद, उसने केरला के लोगों में एक नया आत्मविश्वास भरा है। गल्फ के देशों में रहने वाले मेरे भाई बहनों ने अभी हाल ही में अनुभव किया है कि तब के भारत और आज के भारत में कितना फर्क है। 2024 का चुनाव इस नए भारत को और आगे लेकर जाने का चुनाव है। സുഹൃത്തുക്കളെ, BJP ഒരിക്കലും കേരളത്തോടുള്ള ഒരിക്കലും വിവേചനം കാണിച്ചിട്ടില്ല. അഥവാ രാജ്യത്തെ ഒരു സംസ്ഥാനത്തോടും വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്തെയും ഭാരതീയ ജനതാ പാർട്ടി കണ്ടിട്ടില്ല. BJP വളരെ ദുർബലമായിട്ടുള്ള പാർട്ടിയായിട്ടിരുന്ന കാലത്തും കേരളത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ BJP പങ്കാളികളായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള പുരോഗതി, ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വിവിധ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുടെ എല്ലാം പ്രയോജനം
മറ്റ് സംസ്ഥാനങ്ങൾക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന അതേ അളവിൽ കേരളത്തിനും കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ അറിവുള്ള ജനങ്ങൾ, ആ ജനങ്ങൾക്ക്, വിവേകശാലികളായിട്ടുള്ള ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ മാത്രമല്ല, രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ, കേരളത്തിലെ ജനങ്ങൾ ഈ ലോകം മുഴുവൻ പല ഭാഗങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഇന്ന് ലോകത്ത് ഭാരതത്തിൻ്റെ ഉയർന്നു വരുന്ന സ്ഥാനം, ആ സ്ഥാനം കേരളത്തിലെ ജനങ്ങൾക്കും ഒരു പുതിയ ആത്മവിശ്വാസം സൃഷ്ടിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലുള്ള കേരളത്തിലെ സഹോദരന്മാർ, അങ്ങനെയുള്ള സഹോദരന്മാർ അവർ ഈ അടുത്ത കാലത്ത് അത് അനുഭവിച്ചു. പണ്ട് കാലത്ത് ആ രാജ്യത്ത് ഇന്ത്യക്കാരുടെ സ്ഥിതി എന്തായിരുന്നു, ഇനി ഇന്ത്യക്കാരുടെ സ്ഥിതി എങ്ങനെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് 2024 ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറും. साथियों, आज देश में मोदी के तीसरे कार्यकाल को लेकर हर तरफ चर्चा हो रही है। मोदी सरकार के तीसरे कार्यकाल में भारत विश्व की तीसरी सबसे बड़ी इकोनॉमी बनेगा. इदाणु मोदीयुडे गारंटी. हमारे तीसरे कार्यकाल में भ्रष्टाचार से हमारी लड़ाई और तेज होगी. भ्रष्ट लोग कोई भी गलत काम करने से पहले 100 बार सोचेंगे. इदाणु मोदीयुडे गारंटी. हमने पहले ही 25 करोड़ से ज्यादा लोगों को गरीबी से बाहर निकाला है और अब तीसरे कार्यकाल में कई करोड़ भारतवासी गरीबी से बाहर आने वाले हैं. इदाणु मोदीयुडे गारंटी. साथियों, केरला में सबको ये पता है कि LDF और UDF दोनों ने केरला में शिक्षा व्यवस्था की क्या हालत की है. सबको पता है कि केरला के मेरे गरीब और मिडिल क्लास परिवारों के बच्चों को हायर एजुकेशन में कितनी दिक्कत आती है. हमारा तीसरा कार्यकाल केरला में शिक्षण संस्थानों की स्थिति को और अच्छा करने पर केंद्रित होगा. इससे हमारे सामान्य परिवार के बच्चों के लिए नए रास्ते बनेंगे. इदाणु मोदीयुडे गारंटी. हमारा तीसरा कार्यकाल सेमीकंडक्टर से ग्रीन हाइड्रोजन तक तरक्की के नए क्षेत्र खोलने का कार्यकाल होगा. इससे केरला के नौजवानों के लिए नौकरियां और रोजगार के लाखों अवसर बनेंगे. इदाणी മോദിയുടെ ഗ്യാരണ്ടി. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം മോദിയുടെ മൂന്നാം സർക്കാർ, ആ സർക്കാരിനെ പറ്റിയിട്ടുള്ള നിരവധി തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൂന്നാം സർക്കാർ, മോദി സർക്കാരിൻ്റെ മൂന്നാമത്തെ ടേം, ആ മൂന്നാമത്തെ ടേമിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി.
ഈ നമ്മുടെ സർക്കാരിന്റെ മൂന്നാമത്തെ ടേമിൽ അഴിമതിക്കെതിരായിട്ടുള്ള യുദ്ധം, ആ യുദ്ധം കൂടുതൽ ശക്തമാക്കും. അതുകൊണ്ട് തന്നെ അഴിമതിക്കാർക്ക് അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നതിന് മുൻപ് 100 വട്ടം ആലോചിക്കേണ്ടി വരും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 25 കോടിയിലധികം ആളുകളെ ദാരിദ്ര്യരേഖയുടെ മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. മൂന്നാമത്തെ ടേമിൽ ഇനിയും നിരവധി കോടി ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരിക്കും ഇനി വരാൻ പോകുന്ന മൂന്നാമത്തെ സർക്കാരിൽ. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥിതിയെക്കുറിച്ച് എങ്ങനെ LDFും UDFും ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതായി മാറി എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അടുത്ത സർക്കാർ, നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഈ സ്ഥിതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിലുള്ള ഊന്നലായിരിക്കും അടുത്ത സർക്കാരിന്റെ ലക്ഷ്യം. അത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അവർക്ക് പുതിയ വഴി തുറക്കും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. നമ്മുടെ മൂന്നാം സർക്കാർ, ആ സർക്കാർ സെമി കണ്ടക്ടർ മുതൽ ഹൈഡ്രജൻ വരെയുള്ള, ഗ്രീൻ ഹൈഡ്രജൻ വരെയുള്ള വിവിധ മേഖലകളിലെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരിക്കും. ആ മേഖലകളിൽ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നിരവധി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ, ആ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. साथियों, केरला की राज्य सरकार के लगातार असहयोग मिलने के बावजूद भी केरला भारत सरकार के लिए प्राथमिकता पर रहा है। भाजपा सरकार ने ही तय किया है कि केंद्र सरकार की सारी नौकरियों की परीक्षा मलयालम समेत सारी स्थानीय भाषाओं में भी कराई जाए। भाजपा सरकार ने ही भारत की पारंपरिक चिकित्सा, आयुर्वेद और योग के लिए पूरी दुनिया को देश से जोड़ा है। आज केरला के 1.5 करोड़ से ज्यादा लोग भाजपा सरकार की फ्री राशन योजना का लाभ उठा रहे हैं। आयुष्मान भारत योजना के जरिए यहां के लोगों को करीब 5,500 करोड़ रुपए का मुफ्त इलाज मिला है। केरला के 36 लाख से अधिक घरों को जल जीवन मिशन के तहत नल से जल की सुविधा मिली है। केरला के 40 लाख किसानों को सम्मान निधि के रूप में सीधी आर्थिक मदद मिली है। केरला के युवा रोजगार देने वाले उद्यमी बने। इसके लिए राज्य में 50 लाख से अधिक मुद्रा लोन बांटे गए हैं। इसमें ज्यादातर लाभार्थी हमारी बेटियां हैं। वंदे भारत से हाईवे प्रोजेक्ट तक केरला में आज न्यू जनरेशन इंफ्रास्ट्रक्चर पर खूब काम किया जा रहा है। സുഹൃത്തുക്കളെ, കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ നിസ്സഹകരണം ഉണ്ടായിട്ട് പോലും കേന്ദ്ര സർക്കാർ വികസന കാര്യങ്ങളിൽ കേരളത്തിന് ഏറ്റവും ഉയർന്ന മുൻഗണനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ
നമ്മുടെ എല്ലാ തൊഴിലുകളും അതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ, ആ പരീക്ഷകൾ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ പ്രാദേശിക ഭാഷകളിലും എഴുതാൻ കഴിയുന്ന വിധത്തിൽ ആ പരീക്ഷാ സംവിധാനത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ നമ്മുടെ പരമ്പരാഗത ചികിത്സാ സംവിധാനങ്ങൾ, ആയുർവേദം, യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ലോകത്തെ മുഴുവൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ 1.5 കോടിയിലധികം ആളുകൾ കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ പ്രയോജനം ലഭിക്കുന്നവരാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഏതാണ്ട് 5.5 കോടി പേർ 5.5 കോടി ആളുകൾക്ക് 5.5 കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിന്റെ പ്രയോജനം ലഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 36 ലക്ഷത്തിലധികം വീടുകളിൽ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൈപ്പ് വെള്ളം ലഭിക്കുന്ന, പൈപ്പിലൂടെ കുടിവെള്ളം കിട്ടുന്ന സംവിധാനം ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ 40 ലക്ഷത്തോളം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുകയാണ്. കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അവർ സംരംഭകരാവുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈ സംസ്ഥാനത്ത് 50 ലക്ഷത്തിലധികം മുദ്രാ വായ്പകൾ വിതരണം ചെയ്തിരിക്കുകയാണ്. അതിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ സഹോദരിമാർക്കാണ് അതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുള്ളത്. വന്ദേ ഭാരത് മുതൽ വിവിധ ഹൈവേ പദ്ധതികൾ വരെ കേരളത്തിലുണ്ടായിട്ടുള്ള പുത്തൻ തലമുറയിൽപ്പെടുന്ന അടിസ്ഥാന സൗകര്യ വികസനം, ആ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളും കേരളത്തിൽ നടന്നിരിക്കുകയാണ്. साथियों, केरला में बीजेपी कभी सरकार में नहीं रही, लेकिन फिर भी हमने केरला के विकास का पूरा प्रयास किया है. मैंने अपना ट्रैक रिकॉर्ड आपके सामने रख दिया है, लेकिन कांग्रेस और कम्युनिस्टों के नए गठबंधन का हाल क्या है? उनका एक ही ट्रैक रिकॉर्ड है, एक ही उपलब्धि है. कैसे उन्होंने पूरे देश को दशकों तक एक ही परिवार के कब्जे में रखा. उनके लिए परिवार का हित देश के करोड़ों परिवारों से ऊपर रहा है. कांग्रेस का यही रंग अब कम्युनिस्टों पर भी छा चुका है. केरला में उनकी भी सरकार इसी मॉडल पे चल रही है, क्योंकि ये लोग केरला में तो एक दूसरे के दुश्मन है, लेकिन केरला के बाहर बाकी देश में ये एक दूसरे के बीएफएफ यानी बेस्ट फ्रेंड फॉर एवर है. आप देखिए, केरला में ये लोग एक दूसरे पर हत्या का आरोप लगाते हैं, एक दूसरे के कार्यकर्ताओं का जीवन संकट में डालते हैं. कांग्रेस ने तो कम्युनिस्ट सीएम पर घोटालों के आरोप भी लगाए और उन्होंने फांसीवादी तक बता डाला. जवाब में कम्युनिस्ट सरकार ने कांग्रेस के लोगों पर लाठीचार्ज कराया. कम्युनिस्ट अब कांग्रेस की पिछली सरकारों को घोटालों का जिम्मेदार बता रहे हैं. ये लोग कांग्रेस के युवराज को केरला से बाहर रहने की नसीहत भी दे रहे हैं. लेकिन केरला के बाहर ये इंडी गठबंधन की बैठक में कम्युनिस्ट और कांग्रेस साथ साथ बैठते हैं, बगल बगल में बैठते हैं, समोसा खाते हैं, बिस्किट खाते हैं,
चाय पीते हैं, यानी तिरुवनंतपुरम में कुछ और भाषा, दिल्ली में कुछ और बोली। इस धोखाधड़ी का जवाब केरल के मेरे भाइयों बहनों आने वाले चुनाव में हर केरला का नागरिक देने वाला है। സുഹൃത്തുക്കളെ, കേരളം BJP ഒരിക്കലും ഭരണത്തിലിരുന്ന പാർട്ടിയല്ല. പക്ഷേ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് എക്കാലവും ഭാരതീയ ജനതാ പാർട്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മുന്നണികൾ, ഈ മുന്നണിയുടെ പുതിയ മുന്നണി CPM കോൺഗ്രസ് മുന്നണിയുടെ അവസ്ഥ എന്താണ്? അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അവരുടെ നേട്ടം എന്താണ്? അവരെങ്ങനെ ഈ നാടിനെ ദശകങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഒരൊറ്റ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ നാടിനെ അടിയറ വെച്ചു. അവർക്ക് ഒരൊറ്റ കുടുംബത്തിന്റെ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളാണ് നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ വലുത്. കോൺഗ്രസിന്റെ ഈ സമീപനം അതേ സമീപനം ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും അവലംബിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയുടെ, കുടുംബാധിപത്യത്തിന്റെ അതേ മാതൃകയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തില് ഇവർ പരസ്പരം ശത്രുക്കളായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ കേരളത്തിന് പുറത്തു പോയാൽ ഇവരേറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ, BFF ആണ്. നിങ്ങൾ നോക്കണം, കേരളത്തിലെ ആളുകൾ, കേരളത്തിൽ ഈ രണ്ട് മുന്നണികൾ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നവരാണ്. പരസ്പരം കൊലപാതകങ്ങളുടെ ആരോപണങ്ങളുണ്ട്, പ്രവർത്തകർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ ആരോപണമുണ്ട്. കോൺഗ്രസ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കുംഭകോണം നടത്തുന്നു, ഫാസിസ്റ്റ് ആണ് എന്നൊക്കെയാണ്. മറുപടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുന്നത് കോൺഗ്രസ്സുകാര് ഈ ആരോപണത്തെ നേരിടുന്നത് ലാഠി കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആ സർക്കാർ കോൺഗ്രസിന്റെ മുൻകാല സർക്കാരുകളുടെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിന് മറുപടി പറയുന്നത്. പക്ഷേ കേരളത്തിന് പുറത്തു പോകുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഈ രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് ചായ കുടിക്കുന്നു, ഒരുമിച്ച് ബിസ്ക്കറ്റ് കഴിക്കുന്നു, ഒരുമിച്ച് സമൂസ കഴിക്കുന്നു. അങ്ങനെ അവര് കേരളത്തിന് തിരുവനന്തപുരത്ത് വരുമ്പോ പറയുന്ന ഭാഷയൊന്ന്, അവരുടെ വാക്കുകളൊന്ന്, തിരുവനന്തപുരത്തിന് പുറത്തു പോയാൽ, ഡൽഹിയിൽ ചെന്നാൽ അവരുടെ പെരുമാറ്റം വേറെയൊന്ന്. ഈ ഇരട്ടത്താപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. साथियों, केरला की पहचान है टूरिज्म से लेकर के टैलेंट से, लेकिन कांग्रेस और कम्युनिस्टों ने इसे घोटालों और अराजकता की पहचान देने की कोशिश की है। केरला के लोग हर किसी के लिए, अपने आतिथ्य भाव के लिए जाने जाते हैं, लेकिन कांग्रेस और कम्युनिस्ट, इनका एक ही एजेंडा रहता है, कैसे ये जाने जाते हैं। लेकिन कांग्रेस और कम्युनिस्ट सरकारों ने ऐसी स्थितियां बना दी कि यहां नई इंडस्ट्रीज आने से डर लगी है। इसी का असर है कि यहां के लोगों के लिए नौकरी ढूंढ पाना मुश्किल होता जा रहा है। एक बार कांग्रेस, फिर कम्युनिस्ट, एक बार कम्युनिस्ट, फिर कांग्रेस, केरला में बस सरकार बदलती है, हालात नहीं बदलते। अब की बार
ये लोकसभा चुनाव केरला के हालात बदलने का मौका है। पहली बार केरला के पास नई राजनीति के उदय का मौका है। സുഹൃത്തുക്കളെ, കേരളത്തെ ലോകമറിയുന്നത് വിനോദസഞ്ചാരത്തിന്റെ നാടായിട്ടാണ്, കഴിവുറ്റ ചെറുപ്പക്കാരുടെ നാടായിട്ടാണ്. പക്ഷേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും കേരളത്തെ അഴിമതിയുടെയും അക്രമങ്ങളുടെയും നാടായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആതിഥ്യ ഭാവമുള്ള, എല്ലാവരെയും സ്വീകരിക്കുന്ന ജനങ്ങളായിട്ടാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും അവർക്കൊരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ: എങ്ങനെ ആളുകളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയും. കേരളത്തിലെ ആളുകൾ ദശാബ്ദങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ ജനങ്ങൾ വ്യാപാരത്തിലും വ്യവസായത്തിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സർക്കാരുകൾ കേരളത്തിലെ സാഹചര്യങ്ങൾ മാറ്റി പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിന്റെ ഫലമെന്താ? അതിന്റെ കാരണം, അതിന്റെ ഫലമായിട്ട് കേരളത്തിലെ സാധാരണക്കാർക്ക് തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം, ആ തൊഴിൽ ലഭിക്കാത്ത ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരു തവണ കോൺഗ്രസ്, അടുത്ത തവണ കമ്മ്യൂണിസ്റ്റുകാർ, ഒരു തവണ കമ്മ്യൂണിസ്റ്റുകാർ, അടുത്ത തവണ കോൺഗ്രസ്, അങ്ങനെ കേരളത്തിൽ സർക്കാരുകൾ മാറുന്നു, കേരളത്തിലെ സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നില്ല. ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താൻ അതിനു വേണ്ടിയിട്ടുള്ള അവസരമാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ ഉദയം, ഒരു പുതിയ കേരളത്തിന്റെ സൃഷ്ടി, ആ പുതിയ കേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. साथियों, बीजेपी का एक ही मंत्र है: सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास. हमारे लिए हर समुदाय, हर जाति और हर क्षेत्र महत्वपूर्ण है. हमने हर वर्ग को सम्मान और स्वाभिमान से जोड़ने की कोशिश की है. हमने देश के हर नागरिक की उन्नति के लिए काम किया है. युद्ध क्षेत्रों से नरसेज को, हर धर्म के लोगों को निकालना हो या ट्रिपल तलाक का कानून पास करना हो, हमारी सरकार ने सबकी सरकार और सबके लिए सरकार के मंत्र पर काम किया है. हम तीसरे कार्यकाल में भी इसी भावना के साथ आपकी सेवा करते रहेंगे, काम करने वाले हैं. इसी विश्वास के साथ आप सभी को एक बार फिर नमस्कारम, धन्यवाद. സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം, ഒരൊറ്റ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം: എല്ലാവരോടുമൊപ്പം, എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും പരിശ്രമം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സമൂഹവും, ഓരോ സമുദായവും, ഓരോ ജാതിയും, ഓരോ പ്രദേശങ്ങളും, ആ പ്രദേശങ്ങളെല്ലാം തന്നെ പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നവയാണ്. നമ്മൾ എല്ലാ പ്രദേശങ്ങൾക്കും, എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവർക്ക് ആദരവ് നൽകാൻ, അവരെ ഒരുമിച്ച് ചേർക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും പുരോഗതിക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് യുദ്ധക്ഷേത്രങ്ങളിൽ നിന്നുള്ള നഴ്സുമാരെ ആണെങ്കിലും,
അതല്ല ഏത് മതത്തിൽപ്പെടുന്നവരാണെങ്കിലും ശരി, ആ മതം പരിഗണന കൂടാതെ, സമുദായ പരിഗണന കൂടാതെ അവരെ വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിലാണെങ്കിലും, അതല്ല ട്രിപ്പിൾ തലാക്ക് പോലെയുള്ള, മുത്തലാക്ക് പോലെയുള്ള നിയമങ്ങൾ പാസാക്കുന്നതിലാണെങ്കിലും നമ്മുടെ സർക്കാർ എല്ലാവരുടെയും സർക്കാർ എന്നുള്ള നിലയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടിയുള്ള സർക്കാർ എന്നുള്ള നിലയിൽ ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വരാൻ പോകുന്ന മൂന്നാം സർക്കാർ, ആ മൂന്നാം സർക്കാരിന്റെ കാലത്തും ഇതേ ആശയത്തോടുകൂടി, ഇതേ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും സർക്കാർ പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നൽകിക്കൊണ്ട്, നമസ്കരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. मेरे साथ बोलिए, भारत माता की जय, भारत माता की जय, भारत माता की जय, भारत माता की। बहुत बहुत धन्यवाद। तो अभी ये सीधी तस्वीरें आप देख रहे हैं केरल की राजधानी तिरुवनंतपुरम से, जहां प्रधानमंत्री ने एक जनसभा को संबोधित किया और उन्होंने बहुत सारी अहम बातें कही कि किस तरह से एलडीएफ और यूडीएफ की सरकार ने अलग अलग तरीके से वहां की जनता को ठगने का काम किया, लेकिन बीजेपी की सरकार और एनडीए की सरकार ने किस तरह से केंद्र में रहते हुए केरल के लिए लगातार सहयोग का हाथ आगे बढ़ाया। तो ये बहुत ही महत्वपूर्ण बात है प्रधानमंत्री की तरफ से। उन्होंने कहा कि राज्य में 50 लाख से भी अधिक मुद्रा लोन दिए गए ताकि जो युवा हैं वो अपने पैरों पर खड़े हो सकें। तो ये कुछ अहम बातें प्रधानमंत्री मोदी ने कही। और क्या कुछ उन्होंने कहा इस दौरान जब वो जनसभा को तिरुवनंतपुरम में संबोधित कर रहे थे, उस पर एक निगाह डालें तो बड़ी बातें में देखिए। एक एक करके हम आपको बताते हैं कि प्रधानमंत्री ने इस जनसभा के दौरान क्या कुछ कही। उन्होंने कहा कि इस बार केरल के लोगों में एक अलग ही उत्साह है, क्योंकि अब से कुछ ही महीनों के बाद लोकसभा के चुनाव होने वाले हैं, तो एक अलग ही उत्साह का माहौल देखने को मिल रहा है। और 2024 में इस साल लोकसभा चुनाव में केरल में डबल डिजिट की वहां पे सीटें मिलेंगी एनडीए को, बीजेपी को, और केरल इस बार एनडीए को आशीर्वाद देगा। प्रधानमंत्री ने ये उम्मीद जाहिर की है कि एनडीए को आशीर्वाद मिलेगा डबल डिजिट के तौर पर। उन्होंने विपक्ष पर करारा हमला करते हुए कहा कि ये नेगेटिव पॉलिटिक्स कर रहा है, एक नकारात्मक राजनीति कर रहा है और जिसका खामियाजा हम सबके सामने है। और अब उन्होंने एक बार फिर से कहा कि अब की बार एनडीए 400 पार, बीजेपी 370 पार और एनडीए 400 पार। उन्होंने कहा कि बीजेपी ने कभी केरल को वोट के चश्मे से नहीं देखा। प्रधानमंत्री ने कहा कि आज हमारे तीसरे कार्यकाल को लेकर हर तरफ चर्चा हो रही है कि एक बार फिर से एनडीए की सरकार बनेगी, तीसरी बार सरकार बनेगी। प्रधानमंत्री ने कहा कि विश्व की तीसरी सबसे बड़ी इकॉनमी आने वाले वर्षों में भारत बनकर दिखाएगा, तीसरी सबसे बड़ी इकॉनमी। उन्होंने कहा कि भ्रष्टाचार से हमारी लड़ाई आने वाले दिनों में और भी तेज होगी जब हमारी सरकार एक बार फिर से तीसरी बार सरकार बनेगी। उन्होंने कहा कि 25 करोड़ से ज्यादा लोगों को हमने गरीबी रेखा से बाहर निकालने का काम किया है। प्रधानमंत्री ने कहा कि तीसरे कार्यकाल में भी गरीबी से लड़ाई जारी रहेगी, लोगों को गरीबी रेखा से बाहर निकालने का काम तीसरे कार्यकाल में भी जारी रहेगा। एक बहुत ही महत्वपूर्ण बात उन्होंने कही कि सेमीकंडक्टर से लेकर ग्रीन हाइड्रोजन बनाने पर हमारा फोकस है। ऊर्जा के क्षेत्र में, तकनीक के क्षेत्र में हम आत्मनिर्भर बनेंगे। मोदी की गारंटी, यानी कि गारंटी पूरा होने की गारंटी, बार बार लगातार प्रधानमंत्री इस बात को दोहराते रहे हैं कि अगर हमने कोई गारंटी कर दी तो इसका मतलब कि वो गारंटी पूरा होने की गारंटी।
और ये जो चुनाव होगा भारत को आगे ले जाने वाला चुनाव होगा इस बार का लोकसभा चुनाव। विपक्ष का एक ही एजेंडा है, मोदी को अपशब्द कहो। नेगेटिव पॉलिटिक्स विपक्ष कर रहा है। उन्होंने कहा कि विपक्ष के पास भारत के विकास का कोई रोड मैप ही नहीं है कि किस तरह से भारत को हम आगे लेकर जाएंगे, इसका कोई रोड मैप नहीं है। उन्होंने कहा कि केरल की सरकार हमारा सहयोग नहीं करती है, केंद्र के साथ सहयोगात्मक रवैया नहीं रखती है। कांग्रेस और कम्युनिस्टों ने भी परिवारवाद को ऊपर रखा। भ्रष्टाचार की बात प्रधानमंत्री ने कही और अब परिवारवाद। कांग्रेस और कम्युनिस्ट पार्टियों ने परिवारवाद को ऊपर रखा और उनका कोई भरोसा नहीं है, उनके पास कोई विजन नहीं है। प्रधानमंत्री ने इस बात को लेकर दोहराया। कांग्रेस के युवराज को केरल से बाहर रहने की सलाह दे रहे हैं कम्युनिस्ट पार्टी। हम जानते हैं कि वायनाड से राहुल गांधी एमपी हैं, लेकिन